നീന്തല. അടിപൊളി. ഇത് നന്മീന്തലയും മറ്റത്തലയും ആയിരിക്കും അല്ലേ? നന്മീന്റെ ഇത് പറ്റ നന്മീന്റെ ഉണ്ട്. നന്മീന്റെ. ആ പിന്നെ ഇതെന്താണ്? അല്ലല്ലല്ല എന്റെ മോളെ അതേ മെഴുക്കുവരട്ടി കൂർക്കൻ പോർക്കും കൂടെ കറി വെക്കാനാ. അങ്കമാലിക്കാര് മാത്രം കഴിച്ചാൽ മതി, നമുക്ക് കഴിക്കണ്ടേ. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പോർക്കിലേക്ക് നമുക്ക് പൊടി ഐറ്റംസ് ഒക്കെ കുറേശ്ശെ അങ്ങ് ചേർക്കാം. മച്ചി മഞ്ഞപ്പൊടി ഇട്ടു, ഉപ്പിട്ട് മുളക് പൊടി നമുക്ക് ഒരു ചെറിയൊരു കളർ. അപ്പൊ അതിലേക്ക് ചില ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് സബോളയും കൂടി ഇടാം. അതിലേക്ക് പച്ചവെളിച്ചെണ്ണ ഒഴിക്കണം. പച്ചവെളിച്ചെണ്ണ ഒഴിച്ച് നമുക്കൊന്ന് തിരുമ്മി വെക്കാം. നല്ലോണം ഒന്ന് യോജിച്ച്. അപ്പൊ നമുക്ക് ഇതവിടെ പെരട്ടി ഇവിടെ വെക്കാം. ഇതെല്ലാം നമ്മൾ ചേർത്തിരിക്കുന്ന പൊടി ഐറ്റംസ് ഒക്കെ ഒന്ന് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് ഇതിനുള്ള കടുക് വരെ സബോളയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പൊ നമ്മുടെ എണ്ണ നല്ലോണം ചൂടാക്കി എടുക്കാണ്. അതിലേക്ക് നമുക്ക് കടുകിടാം. തേങ്ങ ഇടുവാണ്. തേങ്ങ നല്ലോണം മൂത്തിട്ടില്ലേ, നമുക്ക് സബോള ഇടാം. സബോള നമ്മൾ മുമ്പായിട്ട് കുറച്ച് ഇടുക. വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി. ഇത് വഴണ്ടി കഴിയുമ്പോ നമുക്ക് ആ വെച്ചിരിക്കുന്ന നമ്മളാ പെരട്ടി വെച്ചിരിക്കുന്ന ഇറച്ചിയും കൂടി ചേർത്ത് ഒരു ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വെച്ച് ഒരു കുറുകി ആകുമ്പോഴത്തേക്ക് നമുക്ക് കൂർക്ക ചേർക്കാം. അങ്ങനെ നമ്മുടെ സവാളയൊക്കെ നല്ലപോലെ അതിലേക്ക് നമുക്ക് അതിന് നമ്മളെല്ലാം ചേർത്താ വെച്ചിരിക്കുന്ന പൊടി ചേർത്ത്. എന്നിട്ട് ശകലം കൂടെ ഒരു കുറുക്കം കിട്ടാൻ വേണ്ടി ശകലം പൊടി കൂടെ നമുക്ക് ഒരു ചെറിയ കുരുമുളക് പൊടി ചേർക്കാവേ. കുരുമുളക് പൊടി ബസ്. അപ്പൊ ഇനി നമുക്ക് ആ പെരട്ടി വെച്ചിരിക്കുന്ന ഇറച്ചി ഇങ്ങോട്ട് ഇട്ടാലോ. അപ്പൊ നമ്മൾ ആ പെരട്ടി വെച്ചിരിക്കുന്ന പോർക്ക് ഇങ്ങോട്ട് ചേർക്കുക. അപ്പൊ നമുക്ക് യോജിക്കുക. അപ്പൊ ഇതിനാവശ്യമുള്ള വെള്ളം കൂടെ നമുക്ക് ഒഴിച്ചേക്കാം. അപ്പൊ നമ്മുടെ ഇറച്ചി നല്ലോണം എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതിനാവശ്യമുള്ള വെള്ളം ഞാൻ ഒഴിച്ചിട്ടുണ്ട്. ശകലം കൂടെ ഒഴിച്ചേക്കാം വെള്ളം മതി. അപ്പൊ ഇത് വെന്ത് കഴിയുമ്പോൾ നമുക്ക് ഇതെല്ലാം ചോദിച്ച് കഴിയുമ്പോൾ ഈ പന്നിയിറച്ചി നല്ലോണം ഉപയോഗിക്കും. വെന്ത് കഴിയുമ്പോൾ നമുക്ക് കൂർക്കയാക്കാം. നമ്മൾ ആ കൂർക്ക പുഴുങ്ങി വെച്ചിരിക്കുന്നതാണ്. അപ്പൊ അതുകൂടെ നമുക്ക് ചേർക്കാം. കറി ആയി കഴിയുമ്പോൾ ചേർത്താം, അല്ലെ കുറുക്ക ഇതിനകത്ത് വെന്ത് പോകും. അപ്പൊ ഇതിവിടെ ഇരിക്കട്ടെ. ആഹാ, നമ്മുടെ പോർക്ക് കിടന്ന് തിളക്കുന്ന തിള കണ്ടാ അടിപൊളി. നമ്മുടെ പോർക്ക് നല്ലോണം വെന്ത് നല്ല കുഴമ്പ് പാകത്തിലായിട്ടുണ്ട്. നമ്മൾ ആ പുഴുങ്ങി വെച്ചിരിക്കുന്ന കൂർക്ക അതിലേക്ക് അങ്ങ് ചേർക്കുക. നമ്മുടെ മെയിൻ താരം ഇതാണ് താരം. കൂർക്ക ഒരു ശകലം കൂടുതൽ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം ആ കൂർക്ക ചേർക്കുന്നതോറും അതിന്റെ ടേസ്റ്റ് കൂടുവല്ലേ. അപ്പൊ നമ്മുടെ പോർക്കും കൂർക്കും റെഡി ആയിട്ടുണ്ട്. വെറുതെ അങ്കമാലി വരെ പോയി ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല. ഇങ്ങോട്ട് പോരണം കേട്ടോ. എല്ലാം വന്നാ പോർക്കും കൂർക്കാൻ കഴിക്കാം. ആയിക്കോട്ടെ. എന്തോ അങ്കമാലി സ്റ്റൈൽ പോർക്കും കൂർക്കയും. ഇന്ന് നമ്മുടെ പോർക്കും കൂർക്കയും ടേസ്റ്റ് ചെയ്യാൻ പോണത് അച്ചൂസാണ്. അച്ചൂസ് ഇപ്പൊ വന്നിട്ട് 3-4 ദിവസമായി. നമ്മുടെ തണ്ണീർപ്പന്തലിന്റെ എക്സ്റ്റൻഷൻ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പൊ അച്ചുക്കുട്ടനാണ് അതിന്റെ പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ഇന്നിപ്പം ഒരു ചെറിയ ഇന്റർവെൽ എടുത്ത് അവർ വീട്ടിൽ പോവുകയാണ്. അന്നേരം നമുക്ക് പോർക്കും കൂർക്കയും കൊടുത്ത് അച്ചുക്കുട്ടനെ ഹാപ്പി ആക്കാം.
അച്ഛൻ്റെയും എൻ്റെയൊക്കെ ഒരു ഫേവറേറ്റ് സാധനമാണ് കൂർക്ക. എങ്ങനെയുണ്ട്? അടിയിലായിരുന്നു പിന്നെ എൻ്റെ പീസ് കപ്പ കപ്പേട അതിനകത്തൊരു തേങ്ങാക്കത്തും അതിന് നമ്മുടെ സ്റ്റൈൽ തന്നെ ആയിട്ടുണ്ടോ അല്ലേ? നടന്നുപോയി സ്വയംഭ സാധനം. നിറച്ച് കഴിക്കും. സൂപ്പറായിരുന്നു. തേങ്ങാക്കത്ത് അപ്പം ഇനി അങ്കമാലിക്കാർക്ക് മാത്രമല്ല തണ്ണീർപ്പന്തൽ വന്നാൽ നിങ്ങൾക്കും കൂർക്കയും പോർക്കും ഒക്കെ ടേസ്റ്റ് ചെയ്യാം കേട്ടോ. അല്ലേടാ, എന്താ അഭിപ്രായം? ഇത് കൂർക്കയുടെ സീസൺ അല്ല, ഇപ്പൊ കൂർക്ക കിട്ടാനില്ല. പാമ്പാടിയിൽ ഇഷ്ടം പോലെ കൂർക്കയുണ്ട്. എല്ലാരും പോന്നോട്ടാ, ഇവിടെ കൂർക്ക ഇഷ്ടം പോലെ കിട്ടുന്ന പറയണേ. പോർക്കിന് പിന്നെ നോ ക്ഷാമം. പോർക്കിന്റെ കോട്ടയുണ്ടല്ലോ. ഓക്കെ ഗൈസ്, എന്നാലും നമുക്ക് തണ്ണീർപ്പന്തലിൽ വെച്ച് കാണാം. ഓക്കെ, ബൈ.